ചിക്കൻ കറി നമുക്ക് പല രീതിയിൽ വെക്കാം അല്ലേ. പല സ്ഥലത്തും പല രീതിയിലായിരിക്കും വെക്കുന്നത്. എങ്കിൽ നമ്മുടെ നാട്ടിൽ പോലും വെറൈറ്റികളാണ് ചിക്കൻ കറിക്ക് അല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തട്ടുകൂട്ടം ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ അതാ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ മസാലകളെല്ലാം ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് സവാളയും കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് തക്കാളിയും പച്ചമുളകും കൂടെയൊക്കെ ഒന്ന് വാടി വരുന്ന ടൈമിൽ ഇതൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റിയ ശേഷം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് ആ സവാളയായിട്ടൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതാ കണ്ടോ, ഇപ്പോൾ ചിക്കനിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെയൊക്കെ ചേർത്ത് ഇനിയും നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ കുറച്ച് കറിവേപ്പിലയും അവസാനം ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.